നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. ആദിത്തമ്പുരാനെ കിട്ടി കിട്ടി ആദിത്തമ്പുരാനെ. ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചെന്ന് പറയണം. ഞാൻ ഒരു ദിവസം ധ്യാൻ ശ്രീനിവാസനായി മാറിയാൽ. പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. കാണിച്ചിരട തെണ്ടി പറയ്. ലാസ്റ്റ് ധ്യാനിന് കൊടുത്തൊരു ഉപദേശം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അതിന് കുറെ പൊളിക്കും. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കൂലേ. ഏതൊരു പടത്തിന്റെ പ്രൊമോഷന് പോയിട്ട് ആ പടത്തിനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ കണ്ടു. ഒന്നും വിചാരിക്കണ്ട സ്വാമി, കൊച്ചുകുട്ടിയായിട്ട് കരുതിയാ മതി. ധ്യാന്റെ സിനിമാ ജീവിതത്തിൽ ഏട്ടൻ ഇടപെടേണ്ട സമയമായി. യെസ് സർ നോ. അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. ഞാൻ എന്താ മനുഷ്യനിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ഒരു ഏട്ടനാണെങ്കിലും നമുക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻടേക്ക് ഉണ്ടാവുമല്ലോ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ധ്യാന്റെ അടുത്തൊന്നും അച്ഛന് പറഞ്ഞേക്കാൻ പറ്റില്ല. ഇല്ല. ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ കാണാം. അവനാണ് സ്വല്പം പെശക. ഏട്ടനെ പിടിച്ചേക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ധ്യാന്റെ ഇന്റർവ്യൂവിൽ നിന്നും പഠിച്ച കാര്യങ്ങളുണ്ടോ വിനീത് ശ്രീനിവാസൻ? എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിക്കണം. എങ്ങനെ ഇങ്ങനെ